വാർത്തകൾ വിശദമായി. മരടിൽ സുപ്രീം കോടതി വിധി നടപ്പായി. 4 അനധികൃത ഫ്ളാറ്റുകളും വിജയകരമായി മറ്റ് അപായങ്ങളൊന്നുമില്ലാതെ പൊളിച്ചു നീക്കി. അവസാന ഫ്ളാറ്റായ ഗോൾഡൻ കായലോരം ഉച്ചയ്ക്ക് 2:30 നിലം പൊത്തി. 14 നിലകളുള്ള ഗോൾഡൻ കായലോരം 5 സെക്കൻഡിൽ നിലം പതിച്ചു. 4 സ്ഫോടനങ്ങളും പൂർണ്ണ വിജയമായതോടെ ആശ്വാസത്തോടെ അധികൃതർ. സ്ഫോടനങ്ങൾ പൂർണ്ണ വിജയമായതിൽ ജില്ലാ ഭരണകൂടവും പോലീസും അഗ്നിരക്ഷാസേനയും സംതൃപ്തി രേഖപ്പെടുത്തി. ലോകത്ത് തന്നെ അത്യപൂർവമായ ദൌത്യമാണ് വിജയകരമായി അവസാനിച്ചത്. ഞാൻ താഴത്തേക്ക് കൂട്ടോ. കഴിഞ്ഞിട്ട് മതി. വിവരങ്ങളുമായി എൻ ശ്രീനാഥും ഡാനി പോളും ചേരുന്നു. ആദ്യം ഡാനി പോളിലേക്ക്. ഡാനി, ചെറുതെങ്കിലും ഏറ്റവും ശ്രമകരമായ ദൌത്യമായിരുന്നു ഗോൾഡൻ കായലോരത്തിലേത്. അംഗൻവാടിയുടെ സ്ഥാനം, ഒപ്പം തന്നെ ബഹുനില മന്ദിരം, അതിനുള്ളിൽ സ്ഫോടനം നടത്തുക എന്നതായിരുന്നു ശ്രമകരം. എത്രമാത്രം കൃത്യതയോടെയാണ് ഏറ്റവും ഒടുവിലത്തെ ഫ്ളാറ്റും തകർക്കപ്പെട്ടത്? രേണുക, അതീവ സൂക്ഷ്മതയോടെ അതീവ കൃത്യതയോടെ കൂടിയാണ് ഈ ഫ്ളാറ്റുകൾ തകർന്നു വീണത്. ഇന്ന് പ്രത്യേകിച്ചും ഇതിൽ ഏറ്റവും നിർണായകമായത് രണ്ടാമത്തെ ഫ്ളാറ്റ് തകർന്നു കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഗോൾഡൻ കായലോരം. ഗോൾഡൻ കായലോരത്തിന് അത് ഏതാണ്ട് 7 സെക്കൻഡുകൾ മാത്രമേ എടുത്തുള്ളൂ ഇത് തകർന്നു വീഴാൻ. 16 നില കെട്ടിടമായിരുന്നു. ഇതിൽ ഏതാണ്ട് വളരെ കുറച്ച് സ്ഫോടക വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചു. 15 കിലോയിൽ താഴെ മാത്രം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് എക്സ്പ്ലോഷൻ നടത്തിയ കെട്ടിടമായിരുന്നു ഇത്. ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി. ഇതിൽ 2 മണിക്ക് സ്ഫോടനം നടത്തുമെന്ന് നിശ്ചയിച്ചിരുന്നു. പിന്നീട് അതിന് സാങ്കേതികമായ ചില കാര്യങ്ങൾ കൊണ്ട് അല്പം വൈകിയുണ്ടായി. എങ്കിലും വളരെ കൃത്യതയാർന്ന സ്ഫോടനമായിരുന്നു നടത്തിയത്. തൊട്ടടുത്തുണ്ടായിരുന്ന അങ്കണവാടിയാണ് കാണുന്നത്. അങ്കണവാടി കെട്ടിടം അത് പൂർണ്ണമായും തന്നെ പരിരക്ഷിച്ചുകൊണ്ടാണ് ഇത് സ്ഫോടനം നടത്തിയത്. തുടക്കം മുതൽ തന്നെ അവർ അതിൽ പറയുന്നുണ്ടായിരുന്നു. അങ്കണവാടി കെട്ടിടം അത് സംരക്ഷിച്ചിരുന്ന രീതിയിൽ തന്നെ അത് സ്ഫോടനം നടത്തുമെന്ന് പറഞ്ഞു. താരതമ്യേന ഈ വലിയ ബഹുനില കെട്ടിടങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ അത് തകർന്നു വിടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഇത്തരം ചെറിയ കെട്ടിടങ്ങളിൽ സംഭവിക്കുക എന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പൊതുവേഗം കണ്ടിരുന്നത്. പക്ഷേ അത്തരം പരിക്കുകളൊന്നും തന്നെ ആ കെട്ടിടത്തിനുണ്ടായില്ല. കെട്ടിടം അതേപടി തന്നെ നിലനിൽക്കുന്നു. ഇതിൻ്റെ ആ ഒരു ചുറ്റുമതിൽ തകർന്നത് മാത്രമാണ് അല്പം കുഴപ്പം എന്ന് പറയേണ്ടതുള്ളത്. പക്ഷേ അത് ചമ്പക്കര കനാലിലേക്ക് പോലും അല്പം പോലും ഈ കോൺക്രീറ്റ് പാളികളോ മറ്റോ ഇറങ്ങുന്ന രീതിയിലേക്ക് ആയിരുന്നില്ല ഇത് നടന്നത്. അതുകൊണ്ട് വളരെ കൃത്യതയും സൂക്ഷ്മതയുമാർന്ന ഒരു സ്ഫോടനമാണ് ഇവിടെ നടന്നത്. തൊട്ടടുത്തുള്ള കെട്ടിടത്തിനും യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ജെയിൻ കോറൽ കോവിലും സ്ഫോടനം നടത്തുകയുണ്ടായി. താരതമ്യേന ഈ കെട്ടിടങ്ങളിൽ ഏറ്റവും വിസ്തൃതി കൂടിയത് ജെയിൻ കോറൽ കോവായിരുന്നു. 123 അപ്പാർട്ട്മെന്റിലുള്ള കെട്ടിടമായിരുന്നു അത്. കായലിൽ നിന്ന് ഏതാണ്ട് 7 മീറ്റർ മാത്രമേ ഇതിന് ദൂരമുണ്ടായിരുന്നുള്ളൂ. 400 കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്ത കെട്ടിടവും നിമിഷ നേരം കൊണ്ട് 9 സെക്കൻഡ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ സെക്കൻഡുകൾ കൊണ്ട് ആ കെട്ടിടം പൂർണ്ണമായും നിലംപൊത്തി. പക്ഷേ ഇവിടെയും എടുത്തു പറയേണ്ടത് യാതൊരു രീതിയിലുമുള്ള കോൺക്രീറ്റോ എന്തെങ്കിലുമോ സമീപത്തെ കായലിലേക്ക് പോലും തെറിച്ചു വീണില്ല എന്നാണ്. അതിൻ്റെതായ ഒരു നിശ്ചിത സ്ഥലത്ത് തന്നെയായിരുന്നു കെട്ടിടം പൂർണ്ണമായും തന്നെ നിലംപൊത്തിയത്. അവിടെ ഉണ്ടായിരുന്ന പാർക്കിംഗ് ഏരിയ നേരത്തെ തന്നെ അത് പൊളിച്ച് മാറ്റിയിരുന്നു. ഈ സ്ഥലത്തേക്ക് 49 ഡിഗ്രി ചരിച്ചായിരുന്നു വീഴ്ത്തിയത്. ഇങ്ങനെ വളരെ ആസൂത്രിതമായിട്ടായിരുന്നു ഈ സ്ഫോടനങ്ങൾ ചെയ്തത്.
ഗോൾഡൻ കായലോരവും 2 ഘട്ടങ്ങളിലായിട്ട് അതിന്റെ മുൻഭാഗവും അത് 10 നിലകളുള്ള മുൻഭാഗവും 16 നിലകളുള്ള പിൻഭാഗവും ഈ കോമ്പൗണ്ടിനകത്തേക്ക് 2 ഘട്ടങ്ങളിലായിട്ട് വീഴ്ത്തുകയായിരുന്നു. തികച്ചും ആസൂത്രിതമായി മികവുറ്റ രീതിയിൽ അവരുടെ വൈദ്യുതി തെളിയിക്കുന്ന രീതിയിൽ ഒരു പാളിച്ചയും ഇല്ലാതെ തന്നെ ആ 4 കെട്ടിടങ്ങളും തകർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഡാനി ഏറ്റവും ഉയരമുള്ള ഒരു കെട്ടിടത്തിന് മുകളിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. 4 ബഹുനില ഫ്ളാറ്റുകൾ കെട്ടിടങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയിരിക്കുകയാണ് വെറും 2 ദിവസത്തിനുള്ളിൽ. ആ ഭൂമിശാസ്ത്രം തന്നെ മാറിയിട്ടുണ്ടാകാം. എങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ മരടിനെ നോക്കിക്കാണാൻ കഴിയുന്നത്? മരടിൽ ഒരു സമയത്തെ, അതായത് മരടിനെ തന്നെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ തല ഉയർത്തി നിന്ന കെട്ടിടങ്ങളായിരുന്നു മരട് പഞ്ചായത്തിൽ നിന്ന് മരട് മുനിസിപ്പാലിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം ഉയർന്നു വന്ന കെട്ടിടങ്ങളിലും പെട്ടതായിരുന്നു ഈ ആൽഫ ടവറുകളും അതോടൊപ്പം തന്നെ ജെയിൻ കോറൽ കോവ മറ്റ് ഹോളി ഫെയ്ത്തും കെട്ടിടങ്ങൾ. ഇത് മരട് പഞ്ചായത്തിൽ വന്നിരുന്ന ഏറ്റവും ആദ്യത്തെ ഒരു വലിയ കെട്ടിടം എന്ന രീതിയിലായിരുന്നു ഗോൾഡൻ കായലോരം ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിൻ്റെ ചുവട് പിടിച്ചാണ് മറ്റ് കെട്ടിടങ്ങൾ തന്നെയും അപേക്ഷ സമർപ്പിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇതിൽ വളരെ പെട്ടെന്ന് ആളുകൾക്ക് എടുത്തു പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കെട്ടിടങ്ങളായിരുന്നു ഇവയെല്ലാം തന്നെ. ഇന്ന് പക്ഷേ അതെല്ലാം തന്നെ ഒരു നിമിഷാർദ്ധം കൊണ്ട് ഇല്ലാതായിരിക്കുന്നു. 2-3 വർഷങ്ങൾ കൊണ്ടാണ് ഈ പ്രൊജക്റ്റുകളെല്ലാം തന്നെയും കംപ്ലീറ്റ് ചെയ്തെന്നാണ് അവരുടെ ഉടമകൾ അന്ന് നേരത്തെ പറഞ്ഞിരുന്നത്. വലിയ രീതിയിൽ തന്നെ മരടിനെ വളരുന്ന ഒരു സമ്പന്നതയുടെ ഒരു അടയാളം എന്ന രീതിയിൽ തന്നെയും അതിനെ ഉയർത്തിക്കാട്ടിയിരുന്നു ഈ കെട്ടിടങ്ങളെല്ലാം തന്നെയും. പക്ഷേ പിന്നീട് വളരെ വിവാദത്തിലേക്ക് വരികയും ഇതിൻ്റെ കയ്യേറ്റത്തിൻ്റെ സ്വഭാവം ഗുരുതരമായ ഒരു സ്വഭാവം കോടതി അടക്കം സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ പിന്നീട് നാളിതുവരെയും ഇപ്പോഴും ഇത് പൊളിച്ചു മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, തുടർ സമരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ 5 ഇടങ്ങളിലായി ഇത്തരം കോൺക്രീറ്റ് വലിയ ടൺ കണക്കിന് കോൺക്രീറ്റ് കൂനകൾ പോലെ കിടക്കുന്ന ഈ കെട്ടിടങ്ങളാണ്. ഏതാണ്ട് ഞാൻ ഡാനിയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീനാഥ് കൂടി ചേരുന്നു. ഗോൾഡൻ കായലോരം തകർന്ന് വീണ സ്ഥലത്ത് നിന്നുമാണ് ശ്രീനാഥ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, വലിയ കോൺക്രീറ്റ് പാളികളായി ഗോൾഡൻ കായലോരം കൂടി മാറിയിരിക്കുകയാണ്. ഇനി ഏറ്റവും കൃത്യതയോടുകൂടി ഈ ഫ്ളാറ്റുകൾ 4 തകർക്കാൻ കഴിഞ്ഞു. ഇനി ഈ അവശിഷ്ടങ്ങൾ നീക്കുക എന്നതാണ് ശ്രമകരമായ ദൗത്യം. എങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ വീണ ഫ്ളാറ്റിന് സമീപത്ത് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? രേണുക, ഈ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ തൊട്ടടുത്ത് ഒരു ഹീര കൺസ്ട്രക്ഷന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വലിയൊരു കെട്ടിടമുണ്ട്, വലിയൊരു ഫ്ളാറ്റാണത്. അതിന് തൊട്ട് താഴെ അവരുടേതായ ഒരു സ്വിമ്മിംഗ് പൂളും ഒരു ശൗചാലയവും അതിന് സമീപത്തുണ്ടായിരുന്നു. ഒരു ഡ്രസ്സിംഗ് റൂമും അടക്കമുള്ള ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അതിന് മുകളിലേക്കാണ് ഇതിന്റെ ഒരു നല്ല ഭാഗവും പ്രത്യേകിച്ച് ഈ ഗോൾഡൻ കായലോരത്തിന്റെ മേൽക്കൂരി അടക്കമുള്ള ഭാഗം വന്ന് വീണിരിക്കുന്നത് അതിന്റെ മുകളിലേക്കാണ്. അങ്ങനെ വന്ന് വീണപ്പോൾ അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. അതിനുള്ളിലേക്കാണ് ഇതെല്ലാം വന്ന് വീണിരിക്കുന്നത്. അതിന്റെ കെട്ടുകളും തകർന്നു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനിപ്പുറത്തുള്ള ഒരു മുറി, ഒരു ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്നത്, അതിന്റെ കുറച്ചു ഭാഗങ്ങൾ, അതിന്റെ മുകളിലുള്ള ചെറിയ കോൺക്രീറ്റ് പാളികൾ അത് ചെറിയ രീതിയിൽ മാത്രമേ തകർന്നിട്ടുള്ളൂ. പക്ഷെ അതിലേക്ക് ഈ അവശിഷ്ടങ്ങളൊക്കെ കാര്യമായി തന്നെ വന്ന് വീണിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് പരാതി നൽകും എന്ന് ഹീര കൺസ്ട്രക്ഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു തകർച്ച ഉണ്ടായി എന്ന് പറയാൻ കഴിയുന്നത്. പിന്നെ അംഗനവാടിയുടെ മതിലുകൾ കുറച്ച് തകർന്നിട്ടുണ്ട്. പിന്നെ റോഡിന് ചെറിയൊരു രീതിയിൽ ഒരു ചെറിയ വിള്ളൽ, അത് വലിയ കാര്യമാക്കേണ്ടതില്ല. ഇത്ര വലിയൊരു സ്ഫോടനം നടക്കുമ്പോൾ സമീപത്തുള്ള റോഡിൽ ഒരു ചെറിയ ഒരു ഹെയർലൈൻ ഫ്രാക്ചർ അല്ലെങ്കിൽ ഒരു ഹെയർലൈൻ വിള്ളൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അത് അത്ര വലിയ കാര്യമല്ല. പക്ഷേ ഈ ഹീര കൺസ്ട്രക്ഷന്റെ സ്വിമ്മിംഗ് പൂൾ, അത് വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു. അത് ഏതാണ്ട് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. അതിനടുത്തുള്ള ചെറിയ കെട്ടിടത്തിനും ചെറിയ രീതിയിൽ കേടുപാടുണ്ട്. ഈ 2 കേടുപാടുകളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് ഇവിടുന്ന് അവശിഷ്ടങ്ങൾ നീക്കുക എന്നുള്ളതാണ്. 70 ദിവസത്തിനകം അവശിഷ്ടങ്ങൾ നീക്കാനായി കരാർ കൊടുത്തിട്ടുണ്ട്. അവർ ഒരുപക്ഷെ അത് നീക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ന് ഏതായാലും അത്തരം നടപടികൾ ആരംഭിച്ചിട്ടില്ല. അത് ഉടനെ ആരംഭിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ശ്രീനാഥും ഡാനിപ്പോളുമാണ് വിവരങ്ങൾ. മരടിലെ ദൗത്യം പൂർണ്ണ വിജയമെന്ന് ഫ്ളാറ്റ് പൊളിക്കൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജെറ്റ് ഡെമോളിഷൻ കമ്പനി സിഇഒ ജോ ബ്രിഗ്മൻ പറഞ്ഞു. ഫ്ളാറ്റ് പൊളിക്കലിന് ശേഷം ന്യൂസ് 18നോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.
ഇപ്പോൾ നമുക്കൊപ്പം ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ ഈ സ്ഫോടനങ്ങൾ അത് മുഴുവൻ ആസൂത്രണം ചെയ്യുകയും ചെയ്ത ജെറ്റ് ഡിമോളിഷൻ കമ്പനിയുടെ CEO ജോ ബ്രൈമാൻ ചേരുന്നുണ്ട്. സർ, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് കേരളാസ് ബ്ലാസ്റ്റ് എക്സ്പീരിയൻസ്? Well, we've had 3 quite successful implosions. Everything is on the ground. Everything is safe. It's been very challenging. Very short period of time to prepare. Lots of houses nearby, rivers nearby, where we had to keep the rubble out of the water, and everything worked. So we're very pleased that everything is done and done safely. ഈ സ്ഫോടനം നടത്തിയ കമ്പനിയുടെ ജെറ്റ് ഡെമോളിഷൻ കമ്പനിയുടെ CEO കൂടിയുള്ള അദ്ദേഹമാണ് സംസാരിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യമാണ് ഇത്തരത്തിലൊരു ദൗത്യം ഇവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്നും CN പ്രകാശ്, ന്യൂസ് 18. വിധി നടപ്പാകില്ല എന്ന ആശങ്ക മരടിലെ ഫ്ളാറ്റുകൾ നിലം പൊത്തിയതോടെ ജനങ്ങൾക്ക് മാറിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ നാദിറ പറഞ്ഞു. അനധികൃത കയ്യേറ്റങ്ങൾ നടത്തി ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ ഇനി ഭയക്കുമെന്നും അവർ വ്യക്തമാക്കി. പൊളിക്കൽ നടപടി കൃത്യമായി നടപ്പാക്കിയ എല്ലാവർക്കും ചെയർപേഴ്സൺ നന്ദി അറിയിച്ചു. ഇതുവരെ ഉണ്ടായിരുന്ന സംഘർഷങ്ങൾക്കൊടുവിൽ ഇന്നലെയാണ് ഒരു ആശ്വാസം കണ്ടെത്തിയത്. തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. കോടതി നിയമം നടപ്പിലാക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി എന്ത് തന്നെയായാലും അത് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ ഈ അവസരത്തിൽ സുപ്രീം കോടതിയെ അറിയിക്കുകയാണ്. എല്ലാ ഭരണകൂടം ഏറ്റെടുത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ തുടക്കം മുതലേ തന്നെ പൊളിക്കൽ അവശിഷ്ടങ്ങൾ ഒരു പ്രോംപ്റ്റ് എൻ്റർപ്രൈസസ് എന്നൊരു കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ തന്നെ മരട് നഗരസഭ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവരിലൂടെ അത്തരം നടപടിക്രമങ്ങൾ സ്വീകരിക്കും. മരടിലെ ജെയിൻ കോറൽകോവാണ് ഇന്ന് ആദ്യം പൊളിച്ച ഫ്ളാറ്റ് സമുച്ചയം. 17 നിലകളുള്ള കെട്ടിടം 5.6 സെക്കൻഡിലാണ് തകർത്തത്. നിശ്ചിത സമയമായ 11 മണിക്ക് കൃത്യമായി സ്ഫോടനം നടത്തിയാണ് ഫ്ളാറ്റ് പൊളിച്ചത്. സിജോ വി ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എനിക്ക് പിന്നിൽ കോൺക്രീറ്റ് കൂമ്പാരമായി കിടക്കുന്നതാണ് നിലവിൽ ജെയിൻ കോറൽകോവ് ഫ്ളാറ്റിന്റെ അവസ്ഥ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏകദേശം ഒരു 2 നില കെട്ടിടത്തിന്റെ മാത്രം ഉയരത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റ് നിലനിൽക്കുന്നത്. ഫ്ളാറ്റ് പൊളിക്കുന്നതിന് നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഫ്ളാറ്റിന്റെ 7 മീറ്റർ അകലത്തിൽ മാത്രമാണ് കായൽ സ്ഥിതി ചെയ്യുന്നത്. കായലിലേക്ക് കോൺക്രീറ്റ് കഷ്ണങ്ങൾ പുറത്തോട്ട് പോകാതിരിക്കുക, അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതോടൊപ്പം തന്നെ അതിന്റെ സമീപത്തായി ഒരു വലിയ വീടുണ്ട്. ആ വീട്ടിലേക്ക് കോൺക്രീറ്റ് കഷ്ണങ്ങൾ തെറിക്കാതിരിക്കുക എന്ന നിലയിലായിരുന്നു. ഇതായിരുന്നു ഈ ഫ്ളാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ഫ്ളാറ്റ് പൊളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ കായലിലേക്ക് ഈ കഷ്ണങ്ങൾ പോകാൻ ഒരു കഷ്ണം പോലും ഇതുവരെയും തെറിച്ചിട്ടില്ല. വളരെ ആസൂത്രിതമായി തന്നെ നടപ്പാക്കിയ ആ പദ്ധതി അത് വിജയകരമായി തന്നെ വന്നിരിക്കുന്നു. നമുക്ക് അഭിമുഖമായി തന്നെയാണ് ഈ ഫ്ളാറ്റ് വീണിരുന്നത്. അതായത് 49 ഡിഗ്രി ചെരിച്ച് കിഴക്ക് വശത്തേക്കാണ് ഈ ഫ്ളാറ്റ് ചെരിച്ച് വീഴ്ത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഫ്ളാറ്റിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കോൺക്രീറ്റ് കഷ്ണങ്ങൾ വീഴത്തക്ക രീതിയിലാണ് ഈ സ്ഫോടനം ക്രമീകരിച്ചിരുന്നത്. അതേപടി തന്നെ ഈ കഷ്ണങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ സ്ഥലത്താണ് പാർക്കിംഗ് ഏരിയ എന്നാണ് പറഞ്ഞിരുന്നത്. ആ സ്ഥലത്ത് തന്നെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ വീട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വീടിന്റെ പരിസരത്തേക്ക് പോലും കോൺക്രീറ്റ് കഷ്ണങ്ങൾ എത്തിയിട്ടില്ല. ഈ റോട്ടിൽ നിന്ന് അകത്തേക്കുള്ള കവാടമുണ്ട്. ആ കവാടത്തിന്റെ സൈഡിൽ മാത്രമാണ് ഈ കോൺക്രീറ്റ് കഷ്ണങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും മരടിലെ 3ാമത്തെ ഫ്ളാറ്റും വളരെ വിജയകരമായി തന്നെയാണ് ഇപ്പോൾ ഇതിന്റെ സ്ഫോടനം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏറ്റവും കൃത്യതയോടെ നിലം പൊത്തിയതും ജെയിൻ കോറൽകോവായിരുന്നു. ഒരു പിഴവ് പോലും സംഭവിച്ചില്ല എന്നതാണ് പ്രത്യേകത. കടുകിട പിഴവില്ലാത്ത കൃത്യത. പാർക്കിംഗ് ഏരിയയിലേക്ക് ചരിഞ്ഞ് പവിഴപ്പുറ്റുപോലെ ഒരു കോൺക്രീറ്റ് കൂന. മരട് പഞ്ചായത്തിൽ കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ ഏറ്റവും ഉയരമേറിയ ഒന്നായിരുന്നു ജെയിൻ കോറൽ. 51 മീറ്റർ ഉയരം, 17 നിലകൾ, 128 അപ്പാർട്ട്മെന്റുകൾ. മരടിൽ പൊളിച്ച ഫ്ളാറ്റുകളിൽ
ഏറ്റവും തലയെടുപ്പുള്ളത് കോറൽ കോവിനായിരുന്നു. ാണ് ജെയിൻ കോറൽ കോവിന് നിർമ്മാണാനുമതി ലഭിക്കുന്നത്. 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി. ഏതാണ്ട് 1 ദശാബ്ദം തികയും മുമ്പ് എല്ലാം വീണ്ടും മണ്ണോട് ചേർന്നു. $372 കിലോ സ്ഫോടക വസ്തു, 2660 ദ്വാരങ്ങൾ, 86 ലക്ഷം രൂപ. ജെയിൻ കോറൽ കോവ് നിലംപൊത്താൻ പിന്നീട് വേണ്ടിവന്നത് 9 സെക്കൻഡിൽ താഴെ സമയം. കൊച്ചി. ഏറ്റവും ഒടുവിൽ പൊളിച്ചത് ഗോൾഡൻ കായലോരമാണ്. തൊട്ടടുത്തുള്ള അങ്കണവാടിക്ക് കേട് സംഭവിക്കാതെ തന്നെയാണ്, ആ കെട്ടിടത്തിന് യാതൊരു കേടുപാടും സംഭവിക്കാതെ തന്നെയാണ് ഫ്ളാറ്റ് തകർത്തിരിക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം ഉണ്ടായിരുന്ന ബഹുനില കെട്ടിടത്തിന് ചില കേടുപാടുകൾ സംഭവിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതിന്റെ അനുബന്ധമായിട്ടുള്ള കെട്ടിടങ്ങൾക്ക് ചില കേടുപാടുകൾ സംഭവിച്ചു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. എൻ ശ്രീനാഥ് അവിടെ നിന്നും ചേരുന്നു. ശ്രീനാഥ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിനും അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിനും തകരാർ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? എന്താണ് ഹീര ഗ്രൂപ്പിന്റെ ഇനിയുള്ള നീക്കം? ഏതാണ്ട് കൃത്യമായി തന്നെ ഈ കെട്ടിടം പൊളിച്ചിടാൻ കഴിഞ്ഞു. പക്ഷേ അതിനകത്ത് ചെറിയൊരു പാളിച്ച സംഭവിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഹീര ഗ്രൂപ്പിന്റെ ഒരു കെട്ടിടമുണ്ട്, ഒരു ഫ്ളാറ്റുണ്ട്. അതിന്റെ സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോൾ അതിലേക്ക് ഈ ഫ്ളാറ്റിന്റെ ഒരു നല്ലൊരു ഭാഗം വന്ന് വീണിട്ടുണ്ട്. ഏതാണ്ട് ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മേൽഭാഗമാണ്, അതായത് ഗോൾഡൻ കായലോരത്തിന്റെ മേൽഭാഗമാണ് ഈ സ്വിമ്മിംഗ് പൂളിലെ താഴെ ഉണ്ടായിരുന്ന ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് അടർന്നു വീണിരിക്കുന്നത്. ആ സ്വിമ്മിംഗ് പൂൾ ഇനിയും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ ഈ കെട്ടിട അവശിഷ്ടങ്ങൾ വീണിരിക്കുന്നത്. മാത്രമല്ല ഇതിനോട് അടുത്ത് തന്നെ ഒരു ശൗചാലയവും ഒരു ഡ്രസ്സിംഗ് റൂമും ഇവർ നിർമ്മിച്ചിരുന്നു. അതിന്റെ ചില ഭാഗങ്ങളും അതിന്റെ മോൾവശം, അത് വലിയ കാര്യമായ ഒരു തകരാറെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും അതിന്റെ മോൾവശം അല്പം അടർന്ന് പോയിട്ടുണ്ട്, അല്പം ചെറിയ രീതിയിൽ അടർന്നു പോയിട്ടുണ്ട്. അതിലേക്ക് ആ കെട്ടിടത്തിലേക്ക് ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണിട്ടുമുണ്ട്. ഈ 2 കേടുപാടുകളാണ് പ്രധാനമായിട്ടും ഇതുവഴി ഉണ്ടായിരിക്കുന്നത്. മറ്റെല്ലാ രീതിയിലും യാതൊരു അപകടങ്ങളും യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പൊളിക്കൽ കമ്പനിയായ എഡിഫസും വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് പ്രകമ്പനം അടക്കമുള്ളത് അതിന്റെ പരിധിക്ക് പുറത്തേക്ക് പോയിട്ടില്ല, അതെല്ലാം പരിധിക്കുള്ളിലാണ്. കൃത്യതയോടുകൂടി തന്നെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കാര്യമായ ഒരു തകരാറും ഉണ്ടായിട്ടില്ല എന്ന് അവരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും മറ്റെല്ലാ കാര്യങ്ങളും ശുഭകരമായി പര്യവസാനിച്ചു. വലിയ ആശങ്കയായിരുന്നു എന്ത് സംഭവിക്കും ഈ പൊളിക്കലിലൂടെ. പക്ഷേ അത്തരം ആശങ്കകളൊക്കെ അസ്ഥാനത്തായിരുന്നു. വലിയ കരിങ്കൽ ചീളുകളൊന്നും പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കണക്കുകൂട്ടലുകൾ പിഴച്ചതുകൊണ്ടാണോ ഈ സ്വിമ്മിംഗ് പൂൾ കിടന്ന ഭാഗത്തേക്ക് കെട്ടിടം ചരിഞ്ഞത്? അതോ നാശനഷ്ടങ്ങൾ പൂർണ്ണമായി കഴിയുന്നത്ര ഒഴിവാക്കുന്നതിന്റെ ശ്രമഫലമായി അവർ തന്നെ ആ നിലയ്ക്ക് ഈ ഫ്ളാറ്റ് തകർത്ത് ഇങ്ങോട്ടേക്ക് തന്നെ ഇടുകയായിരുന്നു? തീർച്ചയായിട്ടും, അതായത് നാശനഷ്ടം കുറയ്ക്കാൻ മറ്റൊരു മാർഗവും കമ്പനിക്ക് മുന്നിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഈ സ്വിമ്മിംഗ് പൂൾ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് ആ അംഗനവാടി കെട്ടാൻ തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ടാണ് ഇത് സ്വിമ്മിംഗ് പൂളിലേക്ക് വീണാലും അത് പണിത് കൊടുക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന്റെ നാശനഷ്ടം കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്നതിൽ വലിയ കാര്യമായ ഒരു തകരാർ ഇല്ല എന്നുള്ള നിലയിലായിരുന്നു അവർ അത് കൈകാര്യം ചെയ്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും അവരുടെ കമ്പനിയുടെ ആദ്യ വിശകലനം അനുസരിച്ച് കാര്യമായ ഒരു തകരാറും ഉണ്ടായിട്ടില്ല. തകരാർ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് പഠിക്കാനുള്ള സംഘം അവരോടൊപ്പം തന്നെ ഉണ്ട്. അവർ കാര്യം പഠിക്കുകയും ചെയ്യും. എൻ ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. നിശ്ചയിച്ചതിലും 26 മിനിറ്റ് വൈകിയാണ് ഗോൾഡൻ കായലോരത്ത് സ്ഫോടനം നടത്തിയത്. ഫ്ളാറ്റിന് സമീപത്തുണ്ടായിരുന്ന അങ്കണവാടിക്ക് ഒരു കേടുപാടും കൂടാതെയാണ് ഫ്ളാറ്റ് നിലംപൊത്തിയത്. CN പ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 17 നിലകളുണ്ടായിരുന്ന ഗോൾഡൻ കായലോരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. അതായത് സ്ഫോടനം നടന്ന്
കുറച്ച് നേരത്തിന് ശേഷം ഇവിടെ 17 നിലകളും 40 അപ്പാർട്ട്മെൻറ്റുകളും പൂർണ്ണമായി നിലംപതിച്ചിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുമില്ലാതെ ഈ സ്ഫോടനം നടത്താൻ കഴിഞ്ഞു, നിയന്ത്രിത സ്ഫോടനം നടത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്പം പൊടിപടലങ്ങൾ ആ സമയത്ത് സ്ഫോടനം നടന്ന സമയത്ത് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനും ഇപ്പോൾ ശമനമുണ്ടായിരിക്കുന്നു. അഗ്നിശമന സേനയുടെ ഫയർഫോഴ്സിൻ്റെ പ്രത്യേക സംഘം എത്തി അതും പൂർണ്ണമായി നിയന്ത്രിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ ഈ പൊടിപടലങ്ങൾ ഒപ്പം തന്നെ അവശിഷ്ടങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 7100 ടൺ അവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേരത്തെ കണക്കൂട്ടിയിരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ നമുക്ക് നേരത്തെ അറിയാം 15 കിലോഗ്രാമിൽ താഴെയുള്ള സ്ഫോടക വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഫോടനം നടത്തിയത്. ഇതിൻ്റെ തൂണുകൾക്ക് മറ്റ് ഫ്ലാറ്റുകളെ അപേക്ഷിച്ച് ശക്തി കുറവായതുകൊണ്ടാണ് കുറച്ച് സ്ഫോടക വസ്തുക്കൾ മാത്രം ഉപയോഗിക്കേണ്ടി വന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ ഈ കായലോരത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് ഈ അവശിഷ്ടങ്ങൾ നീങ്ങുമോ എന്ന കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും അത്തരത്തിലുള്ള ആശങ്കകൾ അസ്ഥാനത്താണെന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അംഗൻവാടി 5 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. വലിയ മുതൽ മുടക്കുള്ള അംഗൻവാടിയല്ല എങ്കിൽ പോലും ആ അംഗൻവാടിക്ക് പോലും ഒരു പരിക്കേൽക്കരുത്, അതിൻ്റെ ചില്ലുകൾ പോലും പോറരുത് എന്ന ഒരു നിഷ്കർഷ ഈ സ്ഥാപനത്തിനുണ്ടായിരുന്നു. ആ സ്ഫോടനം നടത്തിയ കമ്പനികൾക്കുണ്ടായിരുന്നു. അത്രയും ശാസ്ത്രീയമായി തന്നെ അതിൻ്റെ ചില്ലുകൾക്ക് മാത്രമാണ് ചെറിയ തോതിൽ ഒരു പൊട്ടൽ അനുഭവപ്പെട്ടുള്ളത്. കെട്ടിടത്തിന് ഏതെങ്കിലും പ്രകമ്പനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ അടിത്തറയ്ക്ക് കുലുക്കം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി ഇനിയും അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ 4 ഫ്ലാറ്റുകൾ പൊളിച്ചതും അങ്ങേയറ്റം ശാസ്ത്രീയമായിട്ടാണ്. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു പുതിയ കാഴ്ച കൂടിയായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ യോഗ്യമായിട്ടുള്ള വാസസ്ഥലങ്ങൾ അത് പൊളിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുന്നത്. വാസസ്ഥലങ്ങളിലുള്ള വാസയോഗ്യമായിട്ടുള്ള ഫ്ലാറ്റുകൾ പൊളിക്കുന്ന ദൗത്യം നടപ്പാക്കുന്നത്. ഞാൻ താഴത്തേക്ക് കൂട്ടോ, കഴിഞ്ഞിട്ട് മതി. എരുമേലി പേട്ടതുള്ളൽ തുടരുന്നു. ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലാണ് നടക്കുന്നത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എത്രമാത്രം ഭക്തി നിർഭരമാണ് അവിടം? എങ്ങനെ പേട്ടതുള്ളൽ പുരോഗമിക്കുന്നു? രേണുക, അല്പസമയം മുമ്പാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചിരിക്കുന്നത്. എരുമേലി കൊച്ചമ്പലമാണ് ഈ കാണുന്നത്. ഈ കൊച്ചമ്പലത്തിൽ നിന്നും ആലങ്ങാട് സംഘത്തിന്റെ പേട്ട ആരംഭിച്ചിരിക്കുന്നു. ആലങ്ങാട് സംഘത്തെ സംബന്ധിച്ച് കൂടുതൽ വർണ്ണാഭമായ രീതിയിൽ തെയ്യം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കാവടിയാട്ടം ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ കൂടി ഭാഗമായാണ് ഇവിടെ നിന്ന് പേട്ട. രാവിലെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലായിരുന്നു നടന്നത്. അവർ നേരെ വാവരുപള്ളിയിൽ എത്തുകയും വാവരുപള്ളിയിൽ വാവരുടെ പ്രതിനിധിക്കൊപ്പം വലിയ
അമ്പലത്തിലേക്ക് പോവുകയും ചെയ്തു. ആലങ്ങാട് സംഘത്തെ സംബന്ധിച്ച് അമ്പലപ്പുഴ സംഘം പോയിട്ടുള്ളത് ഇവിടെ ഒപ്പം വാവർ സ്വാമി പോയതിനാൽ അല്ലെങ്കിൽ വാവരുടെ പ്രതിനിധി പോയതിനാൽ ആലങ്ങാട് സംഘം പള്ളിയിൽ കയറാതെ നേരിട്ടായിരിക്കും പോവുക. എന്തായാലും ഇവിടെ നിന്ന് ഈ ഒരു പേട്ടതുള്ളൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു പേട്ടതുള്ളലിന്റെ മുൻഭാഗം മാത്രമാണ് ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഭക്തി നിർഭരമാണ്. ആലങ്ങാട് സംഘത്തെ സംബന്ധിച്ച് ചന്ദനവും ഒപ്പം തന്നെ കളഭവും പൂശിക്കൊണ്ടാണ് അവർ ഈ പേട്ടതുള്ളലിന്റെ ഭാഗമാകുന്നത്. അമ്പലപ്പുഴ സംഘത്തെ സംബന്ധിച്ച് വിവിധ വർണ്ണങ്ങൾ ചാലിച്ച വർണ്ണങ്ങൾ ഉപയോഗിച്ച് മുഖത്തും ശരീരത്തും തേച്ചുകൊണ്ടാണ് അവർ പേട്ടതുള്ളൽ ഭാഗമായിരിക്കുന്നത്. എന്തായാലും ഭക്തി നിർഭരമാണ്. ഈ പള്ളിയും ക്ഷേത്രവും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി വീണ്ടും എരുമേലി പേട്ടതുള്ളലിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും നാളെ തിരുവാഭരണ ഘോഷയാത്ര, മറ്റന്നാൾ മകരവിളക്ക്, അങ്ങനെ ശബരിമല ഉത്സവം അതിന്റെ ഏതാണ്ട് ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. രേണുക ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കളിയിക്കാവിളയിൽ പോലീസുകാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 4 പേർ പിടിയിൽ. കൊല്ലം പാലരുവിയിൽ നിന്ന് പിടിയിലായ ഇവരെ തമിഴ്നാട് പോലീസിന് കൈമാറി. കളിയിക്കാവിളയിൽ പോലീസുകാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 4 പേർ പിടിയിലായിരിക്കുന്നു. കൊല്ലം പാലരുവിയിൽ നിന്ന് പിടിയിലായ ഇവരെ തമിഴ്നാട് പോലീസിന് കൈമാറിയിരിക്കുന്നു. വി എസ് അനു വിവരങ്ങളുമായി ചേരുന്നു. അനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? 4 പേർ പിടിയിലായിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ഇവർ ആരൊക്കെയെന്ന് മനസ്സിലാകുന്നുണ്ടോ? രേണുക, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 4 പേരെ ഇപ്പോൾ തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസിന് കൈമാറിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ കേസിൽ പ്രതികൾക്ക് വേണ്ടി സഹായം ചെയ്ത സൈദലി അടക്കം, അതായത് കന്യാകുമാരി സ്വദേശിയും വിധുവയിൽ താമസക്കാരനുമായ സൈദലി അടക്കമുള്ളവർ ഈ 4 പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഏതായാലും പോലീസ് നൽകുന്ന സൂചന പ്രകാരം ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഈ കേസുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഈ 4 പേരും. അവരെ ഉടൻ തന്നെ ഇപ്പോൾ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കേരള പോലീസ് പിടികൂടിയെങ്കിലും അവരെ തമിഴ്നാട് പോലീസിന് കൈമാറുകയായിരുന്നു. ഇപ്പോൾ അവര് തമിഴ്നാട്ടിലേക്ക് ഈ 4 പേരെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. ഈ സൈദലിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ 2 പേരടക്കം ഇതിൽ ഉണ്ട് എന്ന ഒരു സൂചനയും നൽകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു നിമിഷത്തിൽ അക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഈ വിതുര സ്വദേശി സൈദലി ഇതിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പോലീസ് നൽകുന്ന വിവരം. ഏതായിരുന്നാലും കളിയിക്കാവുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വെടിവെച്ചുകൊണ്ട കേസിലെ ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. വി എസ് അനുവാണ് വിവരങ്ങൾ നൽകിയത്.